സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ അപകടകാരിയായ ബീച്ചായി മാറിയിരിക്കുകയാണ് കൊല്ലം ബീച്ച്. കപ്പൽച്ചാൽ മൂലം ബീച്ചിന്റെ ആഴം പ്രതിദിനം കൂടുന്നതാണ് അപകടം വർദ്ധിക്കാൻ കാരണം. 5 വർഷത്തിനിടെ 50-ലധികം പേർ മരിച്ചെങ്കിലും ഇവിടെ ലൈഫ് ഗാർഡിന് ആവശ്യം വേണ്ട ഉപകരണങ്ങൾ പോലും ഇന്നില്ല. ശക്തമായ തിരയടിക്കാൻ സാധ്യതയുള്ളതിനാൽ സന്ദർശകർ ബാക്കിലോട്ട് മാറി നിൽക്കേണ്ടതാണ്. കുട്ടികളെയൊക്കെ പരമാവധി ശ്രദ്ധിക്കുക. ലൈഫ് ഗാർഡിന്റെ നിർദ്ദേശം പാലിക്കേണ്ടതാണ്. ബീച്ചിൽ നിന്നും വെറും 100 മീറ്റർ അകലത്തിലാണ് തുറമുഖത്തേക്കുള്ള കപ്പൽച്ചാൽ. ഇതാണ് കൊല്ലം ബീച്ചിനെ അപകടകാരിയാക്കുന്നത്. ഇതിനു പുറമെ നിയന്ത്രണം വിട്ട മണ്ണുമാന്തി കപ്പൽ ബീച്ചിനടുത്തെത്തിയതോടെ ശക്തമായ തിര തീരത്തേക്ക് ഇപ്പോൾ പാഞ്ഞു കയറുകയാണ്. ഇത്രയും അഗാധമായ കുഴിയാണ് ഇവിടെ ഉള്ളത്. ഭയങ്കര ഡീപ്പാണ്. നമ്മളൊരു സാധാരണ കൊക്കയിലോട്ട് പോകുന്ന പോലെയാണ്. ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് നടന്നു പോയാൽ കൊക്കയിൽ പോകുന്ന പോലെയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ കൊല്ലം ബീച്ചിൽ 58 പേർ തിരയിൽപ്പെട്ട് മരിച്ചു എന്നാണ് ഔദ്യോഗിക കണക്ക്. 2 വർഷത്തിനിടെ ഏതാണ്ട് 500-ലധികം പേർ അപകടത്തിൽപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം ഈ ബീച്ചിൽ കുളിക്കുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നിയന്ത്രണങ്ങൾ ഒട്ടനവധി ഉണ്ടെങ്കിലും സഞ്ചാരികൾ വകവയ്ക്കാറില്ല. വരുന്നവരിൽ ഭൂരിഭാഗം പേർക്കും കടലിലൊന്ന് കാൽ നനയ്ക്കുകയെങ്കിലും വേണം. ലൈഫ് ഗാർഡുകളുടെ സ്ഥിതിയാകട്ടെ പരിതാപകരമാണ്. രക്ഷാപ്രവർത്തനത്തിന് ആവശ്യം വേണ്ട ഉപകരണങ്ങൾ പോലുമില്ല. എങ്കിലും സ്വന്തം ജീവൻ പണയം വെച്ച് അവർ സഞ്ചാരികളെ രക്ഷിക്കുന്നു. കയ്യിൽ കൊണ്ട് നടക്കേണ്ട ഒരു സാധനമാണ് റെസ്ക്യൂ ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റെസ്ക്യൂ ട്യൂബ് നമുക്ക് ഇതുവരെ നമ്മൾ കുറേ മാസങ്ങളും വർഷങ്ങളുമായിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടും അതിൻ്റെ ഒരു അഭാവമുണ്ട്. ക്യാമറ പേഴ്സൺ മനോജ് പി എല്ലിനൊപ്പം ശ്യാമർ ബാബു, മീഡിയ 1, കൊല്ലം.